ജെയിൻ എസ് രാജുവിലേക്ക് പോകാം. ജെയിൻ ഉള്ളത് ഇടുക്കിയിലെ അനന്തകൃഷ്ണന്റെ ഓഫീസിനും വീട്ടിലും ഇന്ന് പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ഓഫീസിൽ ആണ് ജെയിൻ ഉള്ളത്. ജെയിൻ, ആദ്യം ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നപ്പോൾ ഇടുക്കിയിലും കോട്ടയത്തുമായി കുറേ സ്ഥലങ്ങൾ, കുറേ ഭൂമി, സെന്റിന് 4-5 ലക്ഷം രൂപ വരുന്ന ഭൂമിയൊക്കെ അവിടെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് അനന്തകൃഷ്ണൻ എന്ന വിവരങ്ങൾ വന്നിരുന്നു. അതിന്റെ കൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ ഇഡി? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. പ്രധാനമായും ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇ ഡി പരിശോധിക്കുന്നത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ചില രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ പണം കൈമാറിയിട്ടുണ്ട്. സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസും അതോടൊപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസ് അടക്കമുള്ളവരുമാണ്. അവരെന്തായാലും ഈ ആക്ഷേപം നിഷേധിച്ചിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് പറഞ്ഞത് 7 ലക്ഷം രൂപ അദ്ദേഹം ഇടപെട്ട് ഒരു സാധു കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതിനായി സഹായം നൽകാൻ താൻ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ആ പണം അനന്തകൃഷ്ണൻ നൽകിയിട്ടുണ്ട്. അത് തൻ്റെയോ തൻ്റെ സ്റ്റാഫിൻ്റെ പേരിലല്ല എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. CV വർഗീസ് പൂർണ്ണമായും ഈ പണം കൈപ്പറ്റി എന്നുള്ള ആക്ഷേപം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഈ 2 പേർക്കെതിരെയാണ് പ്രധാനമായിട്ടും ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് ഇടുക്കിയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകി എന്ന് അനന്തകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇടപാടുകളൊക്കെ സംബന്ധിച്ച് കാര്യമായ അന്വേഷണം ഇ ഡിയുടെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട്. 2 ഇടത്താണ് ഇടുക്കി ജില്ലയിൽ പരിശോധന നടത്തിയത്. ഒന്ന് അനന്തകൃഷ്ണൻ്റെ കോളപ്പുറയിലുള്ള ശങ്കരപ്പള്ളിയിലുള്ള വീട്ടിലും മറ്റൊന്ന് കോളപ്പുറയിലുള്ള ഓഫീസിലുമാണ്. ഇതിൽ കോളപ്പുറയിലെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന പേരിലായിരുന്നു. ഇവിടെ ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് ഏതാണ്ട് 64ഓളം സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് എന്ന് ഇ ഡിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് പണസമാഹരണം നടത്തിയെന്നുമാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇ ഡിയുടെ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇ ഡി സംഘം ഇടുക്കിയിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. പല സ്ഥലത്തായി ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്ന വിവരം നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയതാണ്. അതിൽ പ്രധാനപ്പെട്ടത് അനന്തുവിൻ്റെ വീടിന് സമീപം 7 മൈൽ എന്ന് പറയുന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ ശങ്കരപ്പള്ളിയിലുമാണ് ഭൂമി വാങ്ങിക്കൂട്ടിയത്. അതോടൊപ്പം തന്നെ മലങ്കര ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽപ്പെടുന്ന സ്ഥലവും കണ്ണായ സ്ഥലവും അനന്തകൃഷ്ണൻ വാങ്ങിയിട്ടുണ്ട്. ഈ ഇടങ്ങളിലൊക്കെ നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ചും ഇ ഡി പരിശോധിക്കുന്നുണ്ട്. ആര്യ. ശരി.